സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇന്നലത്തെ ഭക്തി ഇന്നേക്ക് മതിയാകില്ല, ഇന്നത്തെ ഭക്തി നാളേക്ക് മതിയാകില്ല. അതാത് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവിക ഉദ്ദേശങ്ങൾ പ്രാപിക്കണമെന്നുള്ളത്, അതാകുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം. ദൈവം നമ്മെക്കുറിച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതാത് ദിവസങ്ങളിൽ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടു പോകുമ്പോൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നാം വളരും. പൗലോസിന്റെ ആശ അതായിരുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് വളരണമെന്നായിരുന്നു പൗലോസിന്റെ ആശ. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ടു തന്നെ കൈക്കൊണ്ടതിനാൽ, എന്താണ് പറയുന്നത്? കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വചനമാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് എന്താണ് പറയുന്നത്? തെസ്സലോനിയ സഭയിലേക്ക് ചെന്നിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ്? ഞാൻ പറയുന്നതായ പ്രസംഗം മനുഷ്യന്റെ വാക്കുകൾ എന്നല്ലാതെ, എൻ്റെ വാക്കുകൾ എന്നല്ലാതെ, ദൈവത്തിൻ്റെ വചനമെന്ന രീതിയിൽ നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് ആ വചനം നിങ്ങളിൽ എന്താണ് ചെയ്തത്? ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ച കാര്യം നിവർത്തിക്കുവാനിടയായി, നിങ്ങളിൽ തന്നെ അത് നിറവേറുവാൻ ഇടയായി എന്നാണ് അർത്ഥം. ആ വചനം നിങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടയായി. ഇന്നുള്ളതായ സഭകളിൽ നേരം പോക്കിന് വേണ്ടി വചനം കേൾക്കുന്ന അനേകം ആളുകളുണ്ട്. രസത്തിനു വേണ്ടി വചനം കേൾക്കുന്ന അനേകം ആളുകളുണ്ട്. പകുതി പകുതി കേട്ടുപോകുന്ന അനേകം ആളുകളെ കാണാൻ കഴിയും. കേട്ടതായ വചനത്തെ വിമർശിക്കുന്ന ആളുകളെ കാണുവാൻ കഴിയും. കേട്ടിട്ട് മറന്നുപോകുന്നതായ വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് എത്രയോ കാലമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് മാറുന്നില്ല. ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങളിൽ നിറവേറുന്നില്ല. നോക്കുക, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കാനിടയായി. അവൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ വാങ്ങി, അവൻ്റെ രക്തത്താൽ നിങ്ങളെ കഴുകാനിടയായി. അവൻ്റെ സാക്ഷികളായിട്ട് നിങ്ങളെ നിർത്തിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവന് വലിയൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ട് എങ്കിൽ, ഒരു ഡോക്ടറാകണമെങ്കിൽ എത്ര നാളാണ് പഠിക്കേണ്ടത്? ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എത്ര വർഷം പഠിക്കണം? അല്ലാതെ വേണമെങ്കിൽ ഒരു ദിവസം പഠിച്ചിട്ട് എക്സാം എഴുതിക്കൂടെ? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പടിപടിയായിട്ട് ഓരോ ദിവസവും അല്പാൽപമായിട്ടാണ് നമ്മൾ കയറി വരുന്നത്. ആദ്യം തവളയൊക്കെയാണ് പിടിച്ചിട്ട് കീറി നോക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ കാറ്റുപോകും. ദൈവത്തിൻ്റെ പദ്ധതി അത് എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ 6,03,550 ആളുകളിൽ വെച്ച് ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് ഒരാളെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് പദ്ധതി ചെയ്യുവാൻ വേണ്ടി ഒരു വ്യക്തി മാത്രം മതി. ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു വ്യക്തി മാത്രം അവന് മതി. അങ്ങനെയെങ്കിൽ ഈ പട്ടണത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഈ ദേശത്തെ ഞാൻ കാക്കാമെന്ന് ദൈവം പറഞ്ഞു. 33:11 വായിക്കാം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായിട്ട് സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരൻ എന്ന് പറയുന്നു. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കാം. ശുശ്രൂഷക്കാരനും അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ആരാണ് ഇവൻ? ഇവൻ്റെ പേരെന്താണ്? അതായത് അവൻ ശുശ്രൂഷക്കാരനായിട്ട് അവിടെ വേല ചെയ്യുവാനിടയായി. അവൻ പ്രായമുള്ളപ്പോൾ അല്ലായിരുന്നു. ഏത് സമയത്താണ് ശുശ്രൂഷക്കാരനായത്? അതായത് ജോലിക്കാരന് വേണ്ടി ജോലിക്കാരൻ, ശുശ്രൂഷ, ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഏതു സമയത്താണ് അവൻ ശുശ്രൂഷക്കാരനായിട്ട് നിന്നത്? യൗവനപ്രായത്തിൽ. യൗവനക്കാലത്ത് ഒരു 20 വയസ്സുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 21 വയസ്സായിരിക്കാം. അവൻ്റെ യൗവനപ്രായത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നു. മോശ എത്ര ശമ്പളം കൊടുത്തെന്ന് എനിക്കറിയില്ല. എത്ര ശമ്പളം കൊടുത്തിരിക്കുക?
യൗവനപ്രായത്തിൽ ശുശ്രൂഷ ചെയ്യാനിടയായി. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരെല്ലാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യൗവനപ്രായത്തിൽ തന്നെ ദൈവത്തിനെ ഏൽപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കണമെങ്കിൽ യൗവനപ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ വേല ചെയ്യുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവത്തിൻ്റെ വേല ചെയ്യുക. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിന്റെ വിയർപ്പിനെ നീ ഒഴുക്കുക, കഷ്ടപ്പെടുക. ശുശ്രൂഷക്കാരനായിരുന്ന യൗവനക്കാരൻ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? 32:17 വായിക്കുന്നു. ജനം ആർത്തു വിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ, അതായത് അവൻ കേൾക്കുന്നവനായിരുന്നു, അവൻ ശ്രദ്ധിക്കുന്നവനായിരുന്നു. അവൻ അവിടെ ആ സമയത്ത് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയം മോശയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കാത്തു നിന്നതിന് ശേഷം മോശയോട് ചേർന്ന് പാളയത്തിലേക്ക് വരുമ്പോൾ ജനം ബിംബമുണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന സമയത്ത് വാദ്യഘോഷവുമായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് അത് മോശയുടെ മുൻപിലാണോ നടക്കുന്നതെന്ന് എനിക്ക് വാസ്തവമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഇത് കേട്ടിട്ട് അവിടെ എന്തോ കാര്യം നടക്കുന്നുണ്ട്, അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് യോശുവ കേട്ടിട്ട് മോശയോട് പറയുവാനിടയായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നല്ല ഒരു കേൾവിക്കാരൻ, ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നു. വേഗത്തിൽ കേൾക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. ശേഷം പുറപ്പാട് 17:9 വാക്യം. അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് എന്ന് വായിക്കുന്നു. അതിനുശേഷം പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ട് പുറപ്പെട്ടു പോയി യുദ്ധം ചെയ്യുക എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്താണ് നാം ഇവിടെ കാണുന്നത്? അവൻ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരെ അവൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിന് കൊള്ളാവുന്നതായ ആളുകളെ. മോശ ആരുടെയും പേരവിടെ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും മോശ പറഞ്ഞ് അനുസരിച്ച് ചെയ്യണമെന്നല്ല. ഇവിടെ അവന് പ്രത്യേക ചില ഉത്തരവാദിത്തമുണ്ട്. ഒരു പണിയെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകളോടാണെങ്കിൽ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറയേണ്ടി വരും. എന്നാൽ എത്ര സമർത്ഥനാണെന്ന് നോക്കുക. ആളുകളെ തിരഞ്ഞെടുത്തിട്ട് യുദ്ധം ചെയ്യിച്ചു. യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം കത്തിയുടെ മേൽ നടക്കുന്നത് പോലെയാണ്. കത്തിമേൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം എന്താണ്? കാല് മുറിയുവാൻ പാടില്ല, താഴെ വീഴുവാൻ പാടില്ല, തെറ്റിപ്പോകുവാൻ പാടില്ല. ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ അത്രത്തോളം തീക്ഷ്ണതയുള്ളവരായിരിക്കണം. യോശുവ ആത്മസാന്നിധ്യമുള്ള വ്യക്തി, പ്രാർത്ഥനാ മനുഷ്യൻ ആയിരുന്നു. എന്താണ് പറയുന്നത്? കർത്താവേ, ഞങ്ങളെ നീ കൈവിട്ട് കളയരുതേ, നിന്റെ നാമത്തിന് അപമാനം സംഭവിക്കരുതേ. ഈ രണ്ട് പ്രധാനപ്പെട്ടതായ പോയിന്റുകൾ കാണാൻ കഴിയും. മറ്റൊരു തവണ പ്രാർത്ഥിച്ച സമയത്ത് എന്താണ് പറഞ്ഞത് നോക്കുക. യോശുവ 10:12 വാക്യം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. എന്താണ്? യോശുവ യഹോവയോട് പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. സൂര്യ, നീ ഗിബയോനിലും, ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാം. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. അതാണ്. എന്തൊരു പ്രാർത്ഥനയാണിത്! ഭക്തിയും വിശ്വാസമില്ലാത്തതായ പ്രാർത്ഥനയാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച ശേഷം ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. എപ്പോഴാണോ ഒരു വ്യക്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ആ പ്രാർത്ഥനയുടെ മേൽ അവർക്ക് ദൈവം അധികാരം കൊടുക്കും. സൂര്യനെ പിടിച്ചു നിർത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ചന്ദ്രനെ തടയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ ഒരു ദിവസം മുഴുവനും സൂര്യനും ചന്ദ്രനും നിശ്ചലമായി പോയി. കാലത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്ന ശാസ്ത്രജ്ഞന്മാർ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസം മിസ്സായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ അറിയാവുന്നതായ ഒരു വ്യക്തി പറഞ്ഞുകൊടുത്തു, ഇതാ ഇവിടെയാണ്, ഇവിടെ ഒരു ദിവസം കുറയുവാനിടയായി. ദൈവം അങ്ങനെ ചെയ്യാനിടയായി. അതുപോലെ തന്നെ ഹിസ്കിയാവിന്റെ കാലത്ത് കുറച്ച് നിമിഷങ്ങൾ വെട്ടിക്കുറച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശുവ ചെയ്തതായ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായി. 10:14 വാക്യം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. നോക്കുക, എത്ര അത്ഭുതമാണ്! ഒരു മനുഷ്യന്റെ വാക്കു കേട്ടിട്ട് ദൈവം ചെയ്തതായ ഈ അത്ഭുതം പോലെ മറ്റൊരു ദൈവദാസന്റെ പ്രാർത്ഥന കേട്ടിട്ടും ചെയ്തിട്ടില്ല. എന്താണ്? ഇന്ന് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ മഴ തകർത്ത് പെയ്യും. മഴ പെയ്യാതിരിക്കുമ്പോൾ പെയ്യുവാൻ പറഞ്ഞാൽ പെയ്യുകയും ഇല്ല. എന്നാൽ ദൈവം പറഞ്ഞിട്ട് അല്ലാതെ ഒരുപക്ഷെ പ്രാർത്ഥിച്ച്
നിൽക്കുന്ന സമയത്ത് അബദ്ധവശാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? അയ്യോ, ദൈവദാസൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദാസനെ പുകഴ്ത്തുകയാണ്, അല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തില്ല. ആകാശത്തെ സൃഷ്ടിച്ചവൻ, കാറ്റ് അടിപ്പിക്കുന്നവൻ അവനാണ്. ആ ദൈവത്തെ ആളുകൾ മറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യോശുവ പ്രാർത്ഥിച്ചതായ സമയത്ത് സൂര്യൻ നിശ്ചലമായി, ചന്ദ്രൻ നിന്നുപോയി. എന്നാൽ അത് സംഭവിച്ചത് ആരിൽ കൂടിയാണെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ യഹോവ തന്നെയായിരുന്നു. യഹോവ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. അതായത് ക്യാപ്റ്റൻ ആരാണിവിടെ? അവിടെ രാജാവ് യഹോവയായിരുന്നു. അവൻ അവരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തത് കൊണ്ടാണ് ജയിക്കുവാനിടയായത്. അവനായിരുന്നു മഹാരാജാവ്. യോശുവ 8:35. മോശെ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ, നാം അവിടെ വായിക്കുമ്പോൾ യോശുവ അതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്താണ് ഇവിടെ വായിക്കുന്നത്? മോശെ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. അതായത് ഒരു വാക്കുപോലും വിട്ടുകളയാതെ മുഴുവനും വായിച്ചു കേൾപ്പിച്ചു. ഇതാണ് അവന്റെ പ്രത്യേകത. പറഞ്ഞു കൊടുത്തത് ഒന്നുപോലും ഒഴിവാക്കാതെ പൂർണ്ണമായിട്ട് വായിച്ചു കേൾപ്പിക്കാനിടയായി. ഒരു വാക്കുപോലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ഇപ്പോൾ നാം എന്താണ് പഠിച്ചത്? നാം പഠിച്ച വിഷയങ്ങളെ ഒരിക്കൽ കൂടി നോക്കാം. എന്താണ്? വേഗത്തിൽ പറയുക. എന്തൊക്കെയാണ് നാം ഇന്ന് പഠിക്കുവാൻ ഇടയായത്? വേഗം പറയുക. പണിക്കാരൻ, ദാസൻ, സഹായി, പ്രാർത്ഥനാ മനുഷ്യൻ, പങ്കുവയ്ക്കുന്നവൻ, കൂട്ടിച്ചേർക്കുന്നവൻ. അതിനുശേഷം എന്താണ്? റൈറ്റർ, അവൻ എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ പോരാട്ടം ചെയ്യുന്നവൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം വായിക്കുന്നവൻ, അധ്യാപകൻ, അതുപോലെ തന്നെ നടത്തിപ്പുകാരൻ. മോശയുടെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി മോശ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച സമയം, മോശ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തിരുന്നതായ വ്യക്തി, അവൻ അറിയാതെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം വളരെ ഒരുക്കമുള്ളതായ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ, ദൈവം വലിയവനാക്കിയ വ്യക്തിയായിട്ട് അവൻ നല്ലൊരു ലീഡറായിരുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ പകരണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നീ പകരുമാറാകണമേ. ആത്മീയതയിൽ തണുത്തുപോയവരെ നീ കത്തി ജ്വലിപ്പിക്കുമാറാകണമേ. വചനം ധ്യാനിക്കുന്നതിൽ പിന്മാറിപ്പോയിരിക്കുന്നു, പ്രാർത്ഥനയിൽ ബലഹീനരായി പോയിരിക്കുന്നു, വചനം കേൾക്കാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാറി നിൽക്കുന്നത്. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. കുടുംബക്കാരെ പോലും യേശുവിന് വേണ്ടി നേടുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ യൗവനക്കാരോട് നീ കരുണ കാണിക്കണമേ. മോശയെ പോലെയുള്ള ആളുകൾ യൗവനക്കാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കണം. മിസ്രൈമിയ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ദയാണ് ഏറ്റവും വലുതെന്ന് എണ്ണുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. യോശുവെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഏത് ജോലിയും തയ്യാറുള്ളതായ, സമർപ്പണമുള്ളതായ ആളുകളെ നീ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ വചനം ഞങ്ങൾ കേട്ടിട്ട് ആ വചനം എല്ലാം തന്നെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം
യേശുവേ 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 യേശുവേ